ദുനിയാവിൽ ഞാൻ വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണെന്ന് അറിയപ്പെടണം. അതിനുവേണ്ടിയാ ഞാൻ അവിടെ 10 ലക്ഷം കൊടുത്തത്, അറിയപ്പെടും. ദുനിയാവിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് അറിയപ്പെടണമല്ല, അതിനാണ് ഞാൻ തറാവീഹിലെ 1-ാമത്തെ സഫിൽ തന്നെ ആദ്യം ഇമാമിന്റെ തൊട്ടുപുറകെ നിൽക്കുന്നത്. കരുനാഗപ്പള്ളിക്കാരും കൊല്ലം ജില്ലക്കാരും മുഴുവനും അയാൾ സൂപ്പർ തറാവിയാണ്, അയാൾ അടിപൊളിയാണ്, പള്ളിയിൽ ഇറങ്ങൂല, റമദാനായാൽ ദുനിയാവ് മൊത്തം അയാളെ കുറിച്ച് പറയും. ദുനിയാവിന് വേണ്ടിയാണ് ഞാൻ തലമറക്കുന്നതെങ്കിൽ അവൾ മുഅ്മിനത്തായ പെണ്ണാണെന്ന് ലോകം മുഴുവനും അവളെ കുറിച്ച് പറയും. ദുനിയാവിന് വേണ്ടി നീ എന്ത് ചെയ്താലും അല്ലാഹ് പറയുന്നു അജ്ജൽനാ, അത് നാം അവർക്ക് ധൃതിയാക്കി കൊടുക്കും, വേഗം കൊടുക്കും. ഒരു വലിയ പ്രഭാഷകനാണെന്ന് അറിയപ്പെടണം, ദുനിയാവിൽ അറിയപ്പെടും, പെട്ടെന്ന് തന്നെ കൊടുക്കും. നിനക്കതല്ലേ ആഗ്രഹം? വരട്ടെ, കാണുന്ന സ്ഥലത്തെല്ലാം ഫ്ലെക്സ് വരട്ടെ, പോകുന്ന സ്ഥലത്തെല്ലാം ആളുകൾ അറിയപ്പെടട്ടെ. ദുനിയാവിൽ നിന്റെ കൊതി അതാണെങ്കിൽ ഞാൻ മാറി നിൽക്കുന്നില്ല. അല്ലാഹു കൊടുക്കും. ദുനിയാവിൽ നല്ല ഖിറാഅത്തുള്ള ഉസ്താദാണെന്ന് അറിയപ്പെടണം. ഞാൻ ഖുർആൻ ഓതിയ പള്ളിക്കകം മുഴുവനും കിടുകിടാ വിറയ്ക്കുമെന്ന് തോന്നണം. അതാണ് എന്റെ ആഗ്രഹം. അല്ലാഹ് എന്നൊരു ഇമാം അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹ് പെട്ടെന്ന് തന്നെ ആ രീതിയിലാക്കി കൊടുക്കും. ആയിക്കോട്ടെ, ആഖിറത്തിന് വേണ്ടി ചോദിക്കുമ്പോഴാണ് സമയം താമസിക്കുന്ന കിട്ടാൻ. ദുനിയാവ് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ഈ പിടിച്ച നോമ്പിന്റെ കൂലി നിങ്ങൾക്ക് ദുനിയാവിൽ വേണമെന്ന് അള്ളാഹിനോട് പറഞ്ഞു നോക്കി, പെട്ടെന്ന് കിട്ടും. ദുനിയാവിൽ നിങ്ങൾ അള്ളാഹ് ഞാൻ ഇന്ന് ഈ 30 ദിവസം റമദാനിൽ പിടിച്ച നോമ്പിന്റെ കൂലി എന്റെ ഭർത്താവിന്റെ നല്ലൊരു ജോലിക്ക് വേണ്ടി നീ അങ്ങോട്ട് കബൂലാക്കണം അള്ളാന്ന് പറഞ്ഞാൽ ഭർത്താവിന് പെട്ടെന്ന് നല്ല ജോലി കിട്ടും. വണ്ടിയായി, വീടായി, മദ്രാസായി, നല്ല സൗകര്യങ്ങളൊക്കെ അള്ളാഹ് നാം വെറുതെയാക്കി കൊടുക്കും. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. അവൻ കൊണ്ടുപോയി നശിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. കൊണ്ടുപോയി തിന്നെന്ന് പറയൂലേ, അങ്ങനെ അള്ളാഹു തരും. ആഖിറത്തിൽ അങ്ങനെ